ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 65-ാമത്തെ ശ്ലോകം നോക്കാം. ഭിദ്യതേ ഹൃദയഗ്രന്ഥിശ്ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി സപ്താഹശ്രവണേ കൃതേ. സപ്താഹശ്രവണം കൊണ്ടുള്ള ഏറ്റവും വലിയ ഫലം എന്താണ് എന്ന് ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് തന്നെ ധുന്ധുകാരി നമുക്ക് പറഞ്ഞു തരുന്നു. എന്താ? ഭിദ്യതേ ഹൃദയഗ്രന്ഥിശ്ഛിദ്യന്തേ. ഭിദ്യതേ ഭേദിക്കപ്പെടുന്നു, ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ. ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഭിദ്യതേ ഹൃദയഗ്രന്ഥി, നമ്മുടെ ഹൃദയഗ്രന്ഥി ഭേദിക്കപ്പെടുന്നു, പൊട്ടിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ അവിവേകം ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടോ, എന്തൊക്കെ അധർമ്മങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടോ, നമ്മൾ സാധാരണ എൻ്റെ ഹൃദയത്തിലാണെല്ലാം എന്ന് പറയുന്നത് പോലെ ആ ഹൃദയഗ്രന്ഥി തന്നെ ഭേദിക്കപ്പെടുന്നു. സത്യത്തെ അറിയുന്നതിലൂടെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ ഭഗവാനെന്ന എന്നെന്നും നിലനിൽക്കുന്നതായിട്ടുള്ള അനശ്വരമായ ആ ചൈതന്യത്തെ അറിയുന്നതിലൂടെ അതുവരെ ഹൃദയത്തിൽ കൊണ്ടു നടന്നിരുന്ന സർവ അവിവേകവും സർവ അധർമ്മങ്ങളും ഭിദ്യതേ ഭേദിക്കപ്പെടുന്നു. അതുവരെ നമ്മൾ മുറുക്കെ പിടിച്ച് നടന്നിരുന്നത് അസ്ഥിരമായിട്ടുള്ള കുറേ ധാരണകളും വിചാരങ്ങളുമായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാകുന്നത്. ഇരുട്ടിലായിരുന്നു താൻ ഇത്ര നാളും കഴിഞ്ഞിരുന്നത് എന്നറിയാൻ പ്രകാശമുള്ളിടത്തേക്ക് സഞ്ചരിക്കുന്നത് പോലെ സ്വയം പ്രകാശ സ്വരൂപിയായിട്ടുള്ള ഈശ്വരനെ കാണിച്ചു കൊടുക്കുന്നതിലൂടെ തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്ന കൂരിരുട്ടിനെ തിരിച്ചറിയുകയും ആ കൂരിരുട്ടില്ലാതെയാക്കുകയും ചെയ്യുന്നത് പോലെ ഇവിടെ സപ്താഹ ശ്രവണത്തിലൂടെ നമ്മുടെ ഹൃദയഗ്രന്ഥി ഭേദിക്കപ്പെടുന്നു. തദ്വാര ഛിദ്യന്തേ സർവസംശയാഃ. എല്ലാ സംശയങ്ങളും ഛിദ്യന്തേ ഛേദിക്കപ്പെടുന്നു, നശിക്കുന്നു. നമുക്കൊക്കെ ധാരാളം എന്ത് ചെയ്താലും നമുക്കൊക്കെ സംശയങ്ങളേറെയാണ്. എന്തിനേറെ ഭഗവാന്റെ കയ്യിൽ ഓടക്കുഴലിരിക്കാമോ, അങ്ങനെ ചെയ്താൽ, അങ്ങനെയൊക്കെയുള്ള അബദ്ധധാരണകൾ ഇന്നും സമൂഹത്തിൽ കുറേയൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇതുപോലെയുള്ള സത്യത്തെ, ഈ ഓടക്കുഴലിൻ്റെ തത്വം എന്താണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള സപ്താഹ ശ്രവണങ്ങളിലൂടെ അത് മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങളും നീക്കപ്പെടുന്നു. ക്ഷീയന്തേ ചാസ്യ കർമാണി. ക്ഷീയന്തേ ക്ഷയിക്കുന്നു, ച അസ്യ കർമാണി കർമ്മങ്ങളും ക്ഷയിക്കുന്നു. എങ്ങനെ കർമ്മങ്ങൾ ക്ഷയിക്കുന്നു എന്ന് ചോദിച്ചാൽ, ജന്മജന്മാന്തരങ്ങളായി നമ്മൾ വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പ്രാരബ്ധം, സഞ്ചിതം മുതലായ കർമ്മങ്ങളും ഇപ്പോൾ ഈ ജന്മം ചെയ്തിട്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങളും അവയുടെയൊക്കെ കർമ്മഫലത്തോടു കൂടി അത് ഈ ജന്മം കൊണ്ട് തന്നെ അത് അനുഭവിച്ച് എല്ലാ കർമ്മപാശങ്ങളിൽ നിന്നും മുക്തി നേടുന്നു. എങ്ങനെ? സപ്താഹശ്രവണേ കൃതേ. ഒരു സപ്താഹ ശ്രവണം കൊണ്ട് നമ്മൾ എന്താണ് നേടേണ്ടത്, എന്താണ് നേടുന്നത് എന്നിവിടെ പറഞ്ഞു തരികയാണ്. ഹൃദയഗ്രന്ഥി ഭേദിക്കപ്പെടുന്നു, സർവ സംശയങ്ങളും ദൂരീകരിക്കപ്പെടുന്നു, ജന്മജന്മാന്തരങ്ങൾക്ക് കാരണമായി ഭവിക്കുന്ന സർവകർമ്മങ്ങളിൽ നിന്നും, ആ കർമ്മബന്ധനത്തിൽ നിന്നും
മുക്തരാവുന്നു. നമ്മുടെ ഈ ശരീരം ഉണ്ടാകുവാൻ തന്നെ കാരണമായിട്ടുള്ളത് നമ്മുടെ പ്രാരബ്ധങ്ങളാണ്. ആ പ്രാരബ്ധ കർമ്മങ്ങളുടെ തന്നെ ഫലാനുഭവം ഈ ഒരു ജന്മം കൊണ്ട് തന്നെ അത് നശിച്ചു പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ ജനന മരണങ്ങൾക്ക് അവകാശമില്ലാത്തവരായി നമ്മൾ ഭവിക്കുന്നു. അല്ലെങ്കിൽ ജനന മരണങ്ങൾക്ക് അതീതമായി ധുന്ധുകാരിയെപ്പോലെ ഒരു പക്ഷേ സാരൂപ്യ മോക്ഷത്തിലേക്ക് എത്തിയില്ലെങ്കിലും ആ ഭഗവത് പാദങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി നമുക്കിതോടെ തന്നെ തുറന്നു കിട്ടുന്നു. ഇത്രയും കാര്യങ്ങൾ അഥവാ ഓരോ ജന്മത്തിൻ്റെയും ലക്ഷ്യം എന്താണോ അത് ശരിയായി അറിയാനും നേടാനും ഒരു പക്ഷേ ഈ 7 ദിവസം കൊണ്ട് തന്നെ കഴിയുമെന്നിരിക്കെ സപ്താഹ ശ്രവണത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. ഒരു ജന്മം മുഴുവൻ അലഞ്ഞ് നടക്കണ്ട. നമ്മളൊക്കെ ഇങ്ങനെ ജന്മമാകെ അലഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തിനെന്നറിയാതെ എന്തൊക്കെയോ നേടാൻ, എന്തൊക്കെയോ കെട്ടിപ്പടുക്കാൻ, എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ. നേടേണ്ടത് ഈ തത്വത്തെ അറിയലാണ്, ഈ സത്യത്തെ മനസ്സിലാക്കുകയാണ്. അതാകട്ടെ അതിന് അധികം സമയമൊന്നും വേണ്ട. കേവലം 7 ദിവസം കൊണ്ട് തന്നെ പരീക്ഷിത്ത് മഹാരാജാവിന് ഗ്രഹിച്ചതുപോലെ, ധുന്ധുകാരിക്ക് ഗ്രഹിച്ചതുപോലെ നമുക്കുമൊക്കെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കുവാൻ കഴിഞ്ഞാൽ ആ 7 ദിവസം കൊണ്ട് തന്നെ ഈ സംസാര ബന്ധനത്തിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ കഴിയുന്നതാണ്. ഒരു പക്ഷേ സപ്താഹ ശ്രവണം കൊണ്ടുണ്ടാകാവുന്ന നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ ശ്ലോകമാണ് അതിനുള്ള ഉത്തരം മുഴുവൻ പൂർണ്ണമായും അതിൽ അടങ്ങിയിരിക്കുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭിദ്യതേ ഹൃദയഗ്രന്ഥിശ്ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി സപ്താഹശ്രവണേ കൃതേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഹൃദയഗ്രന്ഥിശ്ഛിദ്യന്തേ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതേപോലെ ഹൃദയഗ്രന്ഥി, പിന്നെ അവിടെ ജോയിൻ ചെയ്യാൻ ഷാ വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ വായിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ അടുത്തത് സർവസംശയാഹ, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അതുകൊണ്ട് തന്നെ വായിക്കുമ്പോൾ അകാരം നീട്ടിയെടുക്കുകയും വേണം, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുകയും വേണം. ഇനി അടുത്തത് 66-ാമത്തെ ശ്ലോകമാണ്. സംസാരകർദ്ദമാലേപ പ്രക്ഷാളനപടീയസി കഥാതീർത്ഥേ സ്ഥിതേ ചിത്തേ മുക്തിരേവ ബുധൈ സ്മൃതാ. സംസാരകർദ്ദമാലേപ പ്രക്ഷാളനപടീയസി. സംസാരകർദ്ദമാലേപ, ഈ സംസാരമാകുന്ന ചളി വല്ലാതെ പുരണ്ടിരിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങളിൽ. അതിനെ പ്രക്ഷാളനപടീയസി, അതിനെ തീർത്തും കഴുകിക്കളയുന്നതിനായിക്കൊണ്ട് കഥാതീർത്ഥേ, ഈ ഭാഗവതാമൃത കഥയാകുന്ന ഈ തീർത്ഥം ഉള്ളപ്പോൾ സ്ഥിരേ ചിത്തെ, അതിനെ എടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് പ്രതിഷ്ഠിക്കുകയേ വേണ്ടൂ. ആ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ സംസാരമാകുന്ന ചളിക്ക് അവിടെ പറ്റുവാൻ ഇടമില്ലാതെയാകും. ഒരു താമരയുടെ ഇലയിൽ ഒരു തുള്ളി ജലം വീണാൽ എങ്ങനെ അതിൽ പറ്റാതെ ഇരിക്കുന്നു, അതിനോട് സംഘമില്ലാതെ ഇരിക്കുന്നു, അതിൽ തന്നെ ഇരിക്കുമ്പോഴും അതിൽ സംഘമില്ലാതെ ഇരിക്കുന്നുവോ, അതുപോലെ ഭഗവാനെ ഉള്ളിൽ വെച്ചു കഴിഞ്ഞാൽ ഈ സംസാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെയും സംസാരമാകുന്ന ചളി നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കൂടുകയില്ല, നമ്മുടെ കർമ്മത്തെ മലീമസപ്പെടുത്തുകയില്ല.
സ്ഥിതേ ചിത്തെ ആ ഭാഗവതാമൃത കഥയെ അങ്ങോട്ട് ഉള്ളിലേക്ക് വെച്ചു കഴിഞ്ഞാൽ മറ്റു മാലിന്യങ്ങൾ ഉള്ളിൽ കടക്കാത്തത് കൊണ്ട് തന്നെ മുക്തിരേവ, മുക്തിഹി ഏവ ആണ് മുക്തിരേവ. അങ്ങനെ ചിത്തം നിർമ്മലമായി കഴിയുമ്പോൾ മുക്തി തന്നെ കിട്ടുമെന്ന്, മുക്തിഹി ഏവ മുക്തി തന്നെ കിട്ടുമെന്ന് ബുധൈ സ്മൃത, ബുധന്മാര് വിദ്വാൻമാര് സ്മൃത എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ജ്ഞാനികളായിട്ടുള്ളവർ തന്നെ പറയുന്നു, ഭഗവാനെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുകയേ വേണ്ടൂ. ഈ സംസാര സാഗരത്തിലിരിക്കുമ്പോഴും നമുക്കറിയാം, പങ്കത്തിൽ നിൽക്കുന്ന പങ്കജത്തിൽ പങ്കമേൽക്കാത്തതുപോലെ, ചെളിയിലല്ലേ പങ്കജം നിൽക്കുന്നത്, എന്നിട്ടും അതിൽ ചെളി പുരളാത്തതുപോലെ ഈ സംസാരത്തിലിരിക്കുമ്പോഴും സംസാരത്തിൻ്റെ മാലിന്യങ്ങൾ ഉള്ളിൽ കടക്കാതെ, ചിത്തത്തെ മലീമസമാക്കാതെ, കർമ്മങ്ങൾ നിർമ്മലമായിരിക്കെ, ചിത്തത്തിൽ നിറയെ ശ്രീകൃഷ്ണ ഭഗവാൻ വിളയാടിയിട്ടിരിക്കെ, ഭഗവാനെ പുറമേയുള്ള മാലിന്യങ്ങളൊന്നും അവിടുത്തെ ബാധിക്കുകയില്ലല്ലോ. കാരണം ചിത്തത്തിലേക്ക് കടക്കുവാൻ ഇടമില്ല, അത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പങ്കമേൽക്കാത്ത സാക്ഷാൽ താമരക്കണ്ണനാണ്. അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ നിർമ്മലമായ ചിത്തത്തോടു കൂടിയിട്ടുള്ള സുഹൃതികളുടെ മുക്തി ഉറപ്പായും കിട്ടും അങ്ങനെയുള്ളവർക്കെന്ന് വിദ്വാൻമാർ, ജ്ഞാനികൾ പറയുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സംസാരകർദ്ദമാലേപ പ്രക്ഷാളന പടീയസി കഥാതീർത്ഥേ സ്ഥിതേ ചിത്തേ മുക്തിരേവ ബുധൈ സ്മൃത. ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ആദ്യത്തെ ഒരു വരി മുഴുവനും തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. സംസാരകർദ്ദമാലേപ പ്രക്ഷാളന പടീയസി. അത് പദം പിരിക്കാതെ തന്നെ അവിടെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അർത്ഥം മുക്തിരേവ, മുക്തിഹി ഏവ ആണ് പദം പിരിക്കേണ്ട, രായ്ക്ക് ഏകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് ബുധൈ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 67-ാമത്തെ ശ്ലോകമാണ്. ഏവം ബ്രുവതി വൈ തസ്മിൻ വിമാനമാഗമത്തദാ വൈകുണ്ഠവാസിഭിര്യുക്തം പ്രസ്ഫുരദ്ദീപ്തിമണ്ഡലം. ഏവം ബ്രുവതി വൈ തസ്മിൻ, ഇപ്രകാരം ബ്രുവതി പറഞ്ഞുകൊണ്ടിരിക്കെ, വൈ ബ്രുവതി വൈ തസ്മിൻ, തസ്മിൻ ആ ധുന്ധുകാരി ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ വിമാനമാഗമത്തത. അപ്പോൾ ഇത്രയും ധുന്ധുകാരിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് 66-ാമത്തെ ശ്ലോകം വരെ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും വിമാനമാഗമത്തത, വിമാനം ആഗമത തഥ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് വിമാനമാഗമത്തത. തഥ അപ്പോൾ വിമാനം, ആഗമത വിമാനം എത്തിച്ചേർന്നു. വൈകുണ്ഠവാസിഭിര്യുക്തം, ആ വിമാനത്തിൽ ആരാണ് ഉണ്ടായിരുന്നത്? വൈകുണ്ഠവാസിഭിര്യുക്തം, വൈകുണ്ഠവാസികളായിട്ടുള്ള ആ സുഹൃതികളിരിക്കുന്ന ആ വിമാനം അവിടെ എത്തിച്ചേർന്നു. ആ വിമാനം വന്നപ്പോഴാകട്ടെ പ്രസ്ഫുരദ്ദീപ്തിമണ്ഡലം, പ്രസ്ഫുരത എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുക, വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുക ആ ശോഭ. അങ്ങനെ ദീപ്തിമണ്ഡലം, ആ പ്രഭാമണ്ഡലത്തോടുകൂടി 4 ഭാഗത്തും വ്യാപിച്ചു നിൽക്കുന്ന ആ ശോഭയോടുകൂടി, പ്രഭാമണ്ഡലത്തോടു കൂടിയിട്ടുള്ള വൈകുണ്ഠവാസികൾ. നമ്മൾ ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഭഗവാൻ സ്വരാട് സ്വരൂപിയാണ്, സ്വയം പ്രകാശ സ്വരൂപമാണ് എന്ന് പറയാറുണ്ട്. ഇവിടെ ഭഗവാന്റെ സാരൂപ്യമോക്ഷം കിട്ടിയ വൈകുണ്ഠവാസികളായിട്ടുള്ളവർ മഞ്ഞപ്പട്ടുടുത്ത് വക്ഷസ്ഥലത്തിൽ തുളസി മാലകളെ സ്ഥാപിച്ച കിരീടകുണ്ടലാദികളോടുകൂടി
വൈകുണ്ഠവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ വന്നിരിക്കുകയാണ്. എന്തിനാ? തത്വത്തെ ഗ്രഹിച്ച, സത്യത്തെ അറിഞ്ഞ, ഭാഗവത കഥാശ്രവണം കൊണ്ട് ശുദ്ധനായി തീർന്ന, പാപവിമുക്തനായി തീർന്ന ആ ധുന്ധുകാരിയെ കൊണ്ടുപോകുവാനായിട്ട്. അങ്ങനെ വന്നിറങ്ങിയ ഭഗവത് സ്വരൂപികളായിട്ടുള്ള വൈകുണ്ഠവാസികൾ വന്നിറങ്ങിയപ്പോൾ നാലു വശത്തും അങ്ങനെ, നാലു ഭാഗത്തും അങ്ങനെ അവരുടെ ആ ശോഭ മൂലം അത്യന്തം ഉജ്ജ്വലമായി തീർന്നു. അങ്ങനെ അവരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം അപ്പോഴേക്കും അവിടെ എത്തിച്ചേർന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവം ബ്രുവതി വൈ തസ്മിൻ വിമാനമാഗമത്തദാ വൈകുണ്ഠവാസിഭിര്യുക്തം പ്രസ്ഫുരദ്ദീപ്തിമണ്ഡലം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വിമാനമാഗമത്തദാ, വിമാനം ആഗമത് തഥ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നുണ്ട് അവിടെ. പദം പിരിക്കണ്ട, പക്ഷേ വിമാനമാഗമത്, മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക. അതുപോലെ ആഗമത്തഥ, ത കൂട്ടക്ഷരം, അവിടെയും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ വൈകുണ്ഠവാസിഭിര്യുക്തം, വൈകുണ്ഠവാസിഭിഹി യുക്തം, പക്ഷെ പദം പിരിക്കണ്ട, വാസിഭിര്യുക്തം, അവിടെ വൈകുണ്ഠവാസികളോട് കൂടിയാണ് ആ വിമാനം വന്നിറങ്ങിയത്. അതുപോലെ പ്രസ്ഫുരദ്ദീപ്തിമണ്ഡലം, പ്രസ്ഫുരത് ദീപ്തിമണ്ഡലമാണ്, പദം പിരിക്കണ്ട, ദ കൂട്ടക്ഷരമാണ്, അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പ്രസ്ഫുരദ്ദീപ്തിമണ്ഡലം. ഇനി അടുത്തത് 68ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.